നെക്സ്റ്റ് വണ്ണാണ് മാനേജിങ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻ. റീഡിങ് ആണെങ്കിലും പ്രോസസ്സിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ഇത് മൂന്നുമാണ് ഒരു പ്രോഗ്രാമിൻ്റെ 3 എസെൻഷ്യൽ പോർഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതൊരു പ്രോഗ്രാമാണെങ്കിലും അതിൽ ഇൻപുട്ട് കൊടുക്കണം. ദെൻ അത് പ്രോസസ്സ് ചെയ്ത ഡാറ്റ നമുക്ക് ഔട്ട്പുട്ട് തരും. അതിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയാം. സോ നമ്മൾ നോർമലി പ്രീവിയസ് ചാപ്റ്ററിൽ ഡയറക്റ്റ് അസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനഫ് വെച്ചിട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 2 രീതിക്കാണ് റീഡ് ചെയ്തതെങ്കിലും ഔട്ട്പുട്ടിലേക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻ്റ് എഫ് ആണ് യൂസ് ചെയ്യുന്നത്. സോ സി എന്ന് പറയുമ്പോൾ നമുക്ക് ബിൽട്ട് ഇൻ ആയിട്ട് ഇൻപുട്ടോ ഔട്ട്പുട്ടോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സിൻടാക്സ് ഒന്നുമില്ല. അതായത് എല്ലാ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ പ്രിൻ്റ് എഫും സ്കാനഫും വഴി തന്നെയാണ് നമ്മൾ പ്രിൻറ്റ് കൊടുക്കുക. പക്ഷേ ഇത് കൂടാതെ കുറേ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയിൽ അവൈലബിളാണ്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കോസെക്സ് കണ്ടുപിടിക്കാൻ, ടാൻ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അതൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായി. അതിനൊക്കെയാണെങ്കിൽ നമ്മൾ #include_math.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യും. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് പ്രിൻ്റ് എഫും സ്കാനഫ് കൊടുക്കുന്ന സമയത്ത് പ്രോഗ്രാമിൽ കൊടുക്കുന്ന ഹെഡർ ഫയലാണ് #include_stdio.h എന്നുള്ളത്. സോ ഇതിൽ ഈ stdio.h എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ, അതിൻ്റെ ഒരു അബ്രിവേഷനാണത്, അതായത് ഷോർട്ട് ഫോമാണ്. സോ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഹൗ ടു റീഡ് എ ക്യാരക്ടർ. എല്ലാ ഇൻപുട്ടാണെങ്കിലും ഔട്ട്പുട്ടാണെങ്കിലും നമ്മളതിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, അതായത് കീബോർഡിൽ നിന്നായിരിക്കും നമ്മൾ യൂഷ്വലി റീഡ് ചെയ്യുക. ദെൻ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക്, അതായത് യൂഷ്വലി സ്ക്രീനിലേക്ക് അതിനെ കാണിക്കുകയും ചെയ്യണം. സോ സിംഗിൾ ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് get_char എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളതാണ് സ്കാനഫ് ഫംഗ്ഷൻ. ദെൻ get_char എന്ന് പറയുമ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇതാണ്: വേരിയബിൾ നെയിം ഈക്വൽ ടു get_char. സോ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യേണ്ട റൂൾസും കാര്യങ്ങളൊക്കെ പ്രീവിയസ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹിയർ നെയിം എന്ന് പറയുന്നതാണ് വേരിയബിളിൻ്റെ പേര്. ക്യാരക്ടറിൽ അതിനെ ഡിക്ലെയർ ചെയ്തു. അതിനെ കീബോർഡിൽ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി വേരിയബിൾ നെയിം ഈക്വൽ ടു മീൻസ് വേരിയബിൾ നെയിം ഇവിടെ നെയിമാണ്. സോ നെയിം ഈക്വൽ ടു get_char ഫംഗ്ഷൻ കോൾ ചെയ്തു. ദെൻ സോ ലെറ്റ്സ് ഗോ ത്രൂ ആൻ എക്സാമ്പിൾ. #include_stdio.h മെയിൻ ഫംഗ്ഷൻ char ആൻസർ. സോ ഇവിടെ ആൻസർ എന്നാണ് നമ്മുടെ വേരിയബിൾ നെയിം. printf would you like to know my name. ജസ്റ്റ് ഈ ഡബിൾ കോട്ട്സിൽ എന്ത് വരുന്നോ അത് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ വരും. / എന്ന് പറഞ്ഞ ന്യൂ ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. printf type y for s and n for no. അപ്പോൾ നമ്മൾ y ആണ് എൻറ്റർ ചെയ്യണമെങ്കിൽ എസ് എന്നും n ആണെങ്കിൽ നോ എന്നുമാണ് മീനിങ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനുള്ളത് get_char ഫംഗ്ഷൻ കോൾ ചെയ്തു. ദെൻ ആൻസർ എന്ന് പറയുന്നത് y ആണോ, ഓർ ആൻസർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ y ആണെങ്കിൽ printf by name is busy_b എന്ന് കൊടുത്തു. അല്ലെങ്കിൽ printf you are good for nothing എന്ന് കൊടുത്തു. ജസ്റ്റ് ഇഫ് എൽസ് വെച്ചിട്ടാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ദെൻ ഈ get_char എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് നമുക്ക് ക്യാരക്ടേഴ്സിനെ 1 by 1 ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈമിൽ നമുക്കതിനെ വേണമെങ്കിൽ ഒരു വൈൽ ലൂപ്പിൻ്റെ അകത്ത് കൊടുക്കാം. അതായത് ക്യാരക്ടർ നോട്ട് ഈക്വൽ ടു /n എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ എൻകൗണ്ടർ ആയിട്ടില്ലെങ്കിൽ ക്യാരക്ടറിലേക്ക് നമ്മൾ ആ റീഡ് ചെയ്യുന്ന വാല്യൂസിനെ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. ദെൻ ഇതിൽ 2 ചെറിയ സ്മോൾ ഫങ്ഷൻസ് ആണ് ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഈസ് ആൽഫയും ഈസ് ഡിജിറ്റും. നമ്മൾ ആ റീഡ് ചെയ്ത ക്യാരക്ടർ ആൽഫബറ്റ് ആണെന്ന് ചെക്ക് ചെയ്യാനാണ് ഈസ് ആൽഫ. ഈസ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 0 തൊട്ട് 9 വരെയുള്ളതിൽ വരുന്നതാണെന്നാണ് ഈസ് ഡിജിറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ. സോ ഒരു പ്രോഗ്രാമിൽ നമ്മൾ #include_stdio.h കൊടുത്തിട്ടുണ്ട്. ദെൻ c_type.h കൊടുത്തിട്ടുണ്ട്. അതിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പ്രസ് എനി കീ കൊടുത്തു. ആ കീനെ കറസ്പോണ്ടിങ് ക്യാരക്ടറിലേക്ക് സ്റ്റോർ ചെയ്തു. നമ്മൾ എൻ്റർ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ >0 ആണെങ്കിൽ നമ്മൾ ഈസ് ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അതായത് അത് ട്രൂ ആണെങ്കിൽ ലെറ്റർ ആണെന്ന് പ്രിൻറ്റ് ചെയ്യും. ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. ഈസ് ഡിജിറ്റ് ഓഫ് ക്യാരക്ടർ >0 അങ്ങനെയാണെങ്കിൽ ഡിജിറ്റ് ആണെന്ന് പ്രിൻറ്റ് ചെയ്യും. അതല്ല നമ്മൾ എന്തെങ്കിലും എക്സ്ക്ലമേറ്ററി പോലുള്ള മാർക്കൊക്കെ കൊടുത്തിരിക്കണമെങ്കിൽ അതിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽസ് ദി ക്യാരക്ടർ ഈസ് നോട്ട് ആൽഫ ന്യൂമറിക് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ ഒരു എക്സ്ട്രാ ഹെഡർ ഫയൽ വന്നിട്ടുണ്ട് c_type.h. ഇത് നമ്മൾക്ക് വേറെ സെറ്റ് ഓഫ് ഫങ്ഷൻസിനെ
സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡർ ഫയലാണ്. ഈ സി ടൈപ്പ് ഡോട്ട് എച്ചിൽ സപ്പോർട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണിത്. ഈസ് ആൽനം, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ലോവർ, ഈസ് പ്രിൻറ്റ്, ഈസ് പങ്ക്, ഈ സ്പേസ്, ഈസ് അപ്പർ. ഈസ് ആൽനം എന്ന് പറഞ്ഞാൽ ആൽഫ ന്യൂമറിക് ആണോന്ന്, ദെൻ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് മാത്രമാണോന്ന്, ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് മാത്രമാണോന്ന്, ലോവർ കേസ് ലെറ്റർ ആണോന്ന്, ദെൻ പ്രിൻറ്റ് ചെയ്യാനുള്ള ക്യാരക്ടർ ആണോന്ന്, പങ്ക്ച്വേഷൻ മാർക്കാണോന്ന്, വൈറ്റ് സ്പേസ് ക്യാരക്ടർ ആണോന്ന്, അതേപോലെ തന്നെ അപ്പർ കേസ് ക്യാരക്ടർ ആണോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി നമ്മളത് പുട്ട് ക്യാറിലാണ് കൊടുക്കുക. റൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് കൊടുക്കാനാണ്. ആ സമയത്ത് നമ്മൾ ഗെറ്റ് ക്യാർ വെച്ചിട്ടാണ് റീഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഉള്ളതാണ് പുട്ട് ക്യാർ. ബ്രാക്കറ്റിൽ വേരിയബിൾ നെയിം. ഫോർ എക്സാമ്പിൾ ആൻസർ എന്ന് പറയുന്ന വേരിയബിളിൽ വൈ എന്ന് പറയുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. പുട്ട് ക്യാറിൽ നമ്മൾ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്ത് വരും? വൈ എന്നുള്ള റിസൾട്ട് പ്രിൻറ്റ് വരും. സോ വേറൊരു അനദർ എക്സാമ്പിൾ ഹാഷിങ്ങിലൂടെ std.h കൊടുത്തിട്ടുണ്ട്, സി ടൈപ്പ് ഡോട്ട് എച്ച് കൊടുത്തിട്ടുണ്ട്. ആൽഫബറ്റ് എന്നാണ് നമ്മൾ ക്യാരക്ടറിന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എൻ്റർ ആൻ ആൽഫബറ്റ് എന്ന് കൊടുത്തു. പുട്ട് ക്യാർ സ്ലാഷ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൽഫബറ്റ് ഈക്വൽ ടു ഗെറ്റ് ക്യാർ നമ്മളതിനെ റീഡ് ചെയ്തു. ഈസ് ലോവർ ആൽഫബറ്റ് നമ്മൾ റീഡ് ചെയ്ത ആൽഫബറ്റ് ലോവർ കേസ് ലെറ്റർ ആണോ എന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ പുട്ട് ക്യാർ ചെയ്യുവാണ്, അതായത് അതിനെ പ്രിൻറ്റ് ചെയ്യുവാണ് ടു അപ്പർ. ടു അപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അപ്പർ കേസിലേക്ക് ആക്കുവാണ്, അതിനെന്നിട്ട് പ്രിൻ്റ് കൊടുത്തു. അല്ലെങ്കിൽ പുട്ട് ക്യാർ ടു ലോവർ ആൽഫബറ്റ്, അതായത് ആക്ച്വലി നമ്മൾ അപ്പർ കേസ് ലെറ്ററിനെയാണ് റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെ ലോവർ കേസിലേക്ക് ആക്കാനുള്ള ഫംഗ്ഷനാണ് ടു ലോവർ ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത വേരിയബിളിൻ്റെ നെയിം. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എൻ്റർ ആൻ ആൽഫബറ്റ് സ്മോൾ ലെറ്റർ എ കൊടുത്തു. അപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ അതിന് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ആയിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ എ വന്നു. അങ്ങനെ അതിന് ഫർദർ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഹെഡിങ് ആണ് ഫോർമാറ്റഡ് ഇൻപുട്ട്. ഫോർമാറ്റഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റേനെ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 15.75 123 ജോൺ, ഈ ഒരു ലൈനിൽ നമുക്ക് 3 പീസ് ഓഫ് ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇതിന് പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്. അതായത് ഇതിൽ ഫസ്റ്റ് വൺ ഫ്ലോട്ടാണ്, സെക്കൻഡ് വൺ ഇൻറ്റിജറാണ്, തേർഡ് വൺ സ്ട്രിങ് ആണ്. അപ്പോൾ ഇതിനൊരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്, അതിനെ പറയുന്നതാണ് ഫോർമാറ്റഡ് ഇൻപുട്ട്. സോ നമുക്ക് ഈ ഫോർമാറ്റഡ് ഇൻപുട്ടിനെ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്നതാണ് സ്കാൻഎഫ്. സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ സ്കാൻ ഫോർമാറ്റഡ് എന്നാണ്. അപ്പോൾ ഈ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫീൽഡ് ഉണ്ടാവും. അതിലെന്ന് പറയുമ്പോൾ നമുക്ക് കൺവേർഷൻ ക്യാരക്ടർ ഉണ്ട്. അതായത് നമുക്ക് ഇൻറ്റിജർ ആണെങ്കിൽ %d, ഫ്ലോട്ട് ആണെങ്കിൽ %f. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്ലാങ്ക്സും ടാബ്സും ന്യൂ സ്പേസസ് എന്നൊക്കെയുള്ള ഇൻ്റർപ്രിറ്റേഷനും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഫോർമാറ്റഡ് ഇൻപുട്ടിൽ വരുന്നുണ്ട്. സോ അതിൽ നെക്സ്റ്റ് ആണ് ഇൻപുട്ടിങ് ഇൻറ്റിജർ നമ്പേഴ്സ്. ഇൻറ്റിജർ നമ്പറാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ നമ്മളുടെ സ്പെസിഫിക്കേഷനാണ് മോഡ് W/SD. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കൺവേർഷൻ സ്പെസിഫിക്കേഷനാണ്. W എന്ന് പറയുന്നത് അത് അതിൻ്റെ ഫീൽഡ് വിഡ്ത്താണ്. ദെൻ നമ്പർ റീഡ് ചെയ്യാനുള്ള നമ്പറാണ് D, അതിനെ നമുക്ക് ക്യാരക്ടർ എന്ന് പറയാം. ദെൻ ഇത് ഇൻറ്റിജർ മോഡിലാണ് നമ്മൾ റീഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ നമ്മൾ സ്കാൻഎഫ് %2D %5D &num1 &num2 മീൻസ് num1 എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്, അതിൻ്റെ വിഡ്ത്താണ് 2. ദെൻ num2 എന്ന് പറയുന്നതും ഇൻറ്റിജറാണ്, അതിൻ്റെ വിഡ്ത്താണ് 5. സോ നമ്മളിതിൽ നമ്പർ 1ൽ 50 കൊടുത്തു, നമ്പർ 2ൽ 31456 കൊടുത്തു എന്ന് വിചാരിക്കുക. സോ 50 എന്ന് പറയുന്ന വാല്യൂ num1ന് അസൈൻ ചെയ്യും, 31426 num2ന് അസൈൻ ചെയ്യും. സപ്പോസ് ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചാണ് ഇൻപുട്ട് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ num1ന് 31 അസൈൻ ചെയ്യൂ. റീസൺ എന്ന് വെച്ചാൽ നമ്മൾ %2D എന്നാണ് കൊടുത്തിരിക്കണേ. അപ്പോൾ റിമൈനിങ് പാർട്ട് എന്താക്കൂല, റീഡ് ആവില്ല. ദെൻ 50 എന്ന് പറയുന്ന വാല്യൂ അൺറീഡ് ആയിരിക്കും. കാരണം അത് നമ്മുടെ ഫസ്റ്റ് വേരിയബിൾ, അതായത് നെക്സ്റ്റ് സ്കാൻഎഫ് കോഡിൽ അൺറീഡ് ആവാത്ത വേരിയബിളിലേക്ക് നമ്മൾ അതിനെന്ത് ചെയ്യും, അസൈൻ ചെയ്യും. ദെൻ ഇതിൽ 31426ലെ 31 ഫസ്റ്റ് മോഡ് 2Dക്കും കിട്ടും,
4 to 6 എന്ന് പറയുന്ന റിമൈനിങ് പോർഷൻ മോഡിഫൈഡ് ഡിക്കും വരും. ഓക്കെ, ദെൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ 3, 1, 4, 2, 6ഉം 15 കറക്റ്റായിട്ട് അസൈൻ ചെയ്യണമെങ്കിൽ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാതെ മോഡ് ഡി എന്ന് കൊടുത്താലും നമുക്ക് എന്താവും, കറക്റ്റായിട്ടത് സ്കാൻഎഫിൽ അത് കറക്റ്റായിട്ട് റീഡ് ചെയ്യും. ദെൻ വേറൊരു എക്സാമ്പിൾ, സ്കാൻഎഫ് പെർസെൻറ്റേജ് സ്റ്റാർ ഡി പെർസെൻറ്റേജ് ഡി ആമ്പസാൻഡ് എ ആമ്പസാൻഡ് ബി. സോ ഇവിടെ 123, 456, 789 3 ഡാറ്റാസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ 2 വേരിയബിൾസിനെ കൊടുത്തിട്ടുള്ളൂ. സോ അപ്പോൾ നമുക്ക് 123നെ എക്ക് അസൈൻ ചെയ്യും, 456 സ്കിപ്പാവും, കാരണം അവിടെ ഒരു സ്റ്റാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് 789 ആണ്, അതിന് ബിക്ക് അസൈൻ ആവും. സോ ഇതിൽ നമ്മൾ ഈ ഡി എന്ന് പറയുന്ന ക്യാരക്ടർ അതിൻ്റെ പ്രസിഡിൽ, അതായത് ഫ്രണ്ടിൽ എല്ല് വരുവാണെങ്കിൽ പെർസെൻറ്റേജ് ഡിയുടെ ഫ്രണ്ടിൽ നമ്മൾ എല്ലെന്ന് മീൻസ് പെർസെൻറ്റേജ് എൽ ഡി എന്ന് കൊടുക്കുവാണെങ്കിൽ അത് നമ്മൾ ലോങ് ഇൻറ്റിജേഴ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അതിനെ പെർട്ടിക്കുലർ ഫോമാറ്റിനെ യൂസ് ചെയ്യുക. സോ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ ABCXYZ PQR 9 ആൽഫബറ്റ്സ് നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 3 ഇൻറ്റിജർ നമ്പേഴ്സ് ചോദിച്ചു. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഡി, പെർസെൻറ്റേജ് സ്റ്റാർ ഡി, പെർസെൻറ്റേജ് ഡി കൊടുത്തു, ABC കൊടുത്തു. ദെൻ അതിന് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പെർസെൻറ്റേജ് ഡി കൊടുക്കുക, ദെൻ ABC കൊടുത്താൽ മതി. ആമ്പസാൻഡ് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതി. ദെൻ എൻ്റർ 2 4 ഡിജിറ്റ് നമ്പേഴ്സ് കൊടുത്തു. 4 ഡിജിറ്റ് നമ്പേഴ്സിന് നമ്മൾ പെർസെൻറ്റേജ് 2D, പെർസെൻറ്റേജ് 4D കൊടുത്തിട്ട് എക്സിലേക്കും വൈയിലേക്കും റീഡ് ചെയ്തു. ദെൻ 2 ഇൻറ്റിജേഴ്സിനെ എഗെയിൻ കോൾ ചെയ്തു, എയിലേക്കും എക്സിലേക്കും സ്കാൻ ചെയ്തു, പ്രിൻറ്റ് ചെയ്തു. 9 ഡിജിറ്റ് നമ്പർ കൊടുത്തു, അതിന് നമ്മൾ പെർസെൻറ്റേജ് 3D, പെർസെൻറ്റേജ് 4D, പെർസെൻറ്റേജ് 3D കൊടുത്തിട്ട് PQRലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ 2 3 ഡിജിറ്റ് നമ്പേഴ്സിനെ കോൾ ചെയ്തു, അതിനെ എക്സിലേക്കും വൈയിലേക്കും കൊടുത്തു. സോ എക്സാമ്പിൾ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. 3 ഇൻറ്റിജർ നമ്പേഴ്സ് ചോദിച്ചു, 1 2 3. നമുക്ക് ഫസ്റ്റ് 1 പ്രിൻറ്റ് വന്നു, 2 വന്നില്ല. 2 വരാത്തതിൻ്റെ റീസൺ എന്നാ, അവിടെ പെർസെൻറ്റേജ് സ്റ്റാർ ഡി ഉള്ളതുകൊണ്ട് അതിനെ സ്കിപ്പാക്കും. ദെൻ നെക്സ്റ്റ് 3നെ എടുക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി C എന്ന് പറയുന്ന വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാല്യൂവിനെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. ദെൻ എൻ്റർ 4 ഡിജിറ്റ് നമ്പേഴ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 7 8 9ഉം 4 3 2 1ഉം ആണ്. സോ ഇവിടെ പക്ഷേ പെർസെൻറ്റേജ് 2D എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എത്തതിൽ 2 ഡിജിറ്റേ പ്രിൻ്റ് ആവും, ബാക്കി വരുന്ന 2 ഡിജിറ്റ് അടുത്ത നെയിമിൽ പ്രിൻ്റ് ആവും. ദെൻ ഇത് അൺറീഡായിട്ട് അവിടെ നിൽക്കും. ദെൻ നെക്സ്റ്റ് 2 ഇൻറ്റിജേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ നോർമലി തന്നെയാണ് റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റിജേഴ്സിൻ്റെ സമയത്ത് 44ഉം 46ഉം ആണ് നമ്മൾ റീഡ് ചെയ്തത്. അപ്പോൾ മുന്നത്തെ എക്സാമ്പിൾ 4 3 2 1 എന്ത് ചെയ്തിട്ടില്ല, പ്രിൻറ്റ് വന്നിട്ടില്ല. അത് ഇപ്പോൾ ഫസ്റ്റ് വേരിയബിളിലേക്ക് പ്രിൻ്റ് ആവും, പിന്നെ ഉള്ളത് 44 പ്രിൻ്റ് ആവും. ദെൻ നെക്സ്റ്റ് എൻ്റർ 9 ഡിജിറ്റ് നമ്പർ. ആ സമയത്ത് പെർസെൻറ്റേജ് 3D, പെർസെൻറ്റേജ് 4D, പെർസെൻറ്റേജ് 3D കൊടുത്തിരിക്കണേ. സോ പെർസെൻറ്റേജ് 3D എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നമുക്ക് അൺറീഡ് ആയിട്ട് നമ്മൾ 9 ഡിജിറ്റ് നമ്പർ കൊടുത്തു 1 തൊട്ട് 9 വരെ. ലാസ്റ്റ് റീഡ് ചെയ്തിട്ട് പ്രിൻ്റ് ആവാതെ നിൽക്കുന്ന 66 ഫസ്റ്റ് പ്രിൻ്റ് വന്നു. ദെൻ ആദ്യത്തെ അപ്പോൾ ഇനി പെർസെൻറ്റേജ് 3D വരില്ല. പിന്നെ പെർസെൻറ്റേജ് 4Dയിൽ 4 ഡിജിറ്റ്, അതാണ് 1 2 3 4 വന്നത്. പിന്നെ 3D എന്ന് പറയുമ്പോൾ അടുത്ത 3 ഡിജിറ്റ് 5 6 7 വന്നു. ദെൻ എൻ്റർ 2 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് കൊടുത്തു, നോർമലി പോലെ തന്നെയാണ് കൊടുത്തിരിക്കണേ. അപ്പോൾ നമ്മൾ 2 3 ഡിജിറ്റ് നമ്പർ കൊടുത്തു, പക്ഷേ മുന്നത്തേൽ നമ്മൾ 7 വരെ അല്ലേ പ്രിൻ്റ് വന്നുള്ളൂ, ബാക്കി 8 9 അവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ട്. സോ 8 9 ഫസ്റ്റ് പ്രിൻ്റ് വരും, പിന്നെ ഫസ്റ്റത്തെ നമ്പറും പ്രിൻ്റ് വരും.